ഗവർണർക്കെതിരെ വീണ്ടും പ്രതിഷേധവുമായി ഇടത് സംഘടനകൾ. SFI മഹിളാ അസോസിയേഷൻ പ്രവർത്തകരാണ് ഗവർണർക്ക് നേരെ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കണ്ണൂർ മട്ടന്നൂരിൽ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ SFI പ്രവർത്തകർ പാഞ്ഞെടുത്തിരുന്നു. ഇതേ തുടർന്ന് ഗവർണർ റോഡിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സംഭവത്തിൽ SFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസുമെടുത്തു. ഗവർണർക്കെതിരെയുള്ള CPM-ന്റെ കടന്നാക്രമണം തുടരുന്നു. കണ്ണൂർ SFI പ്രവർത്തകരെ കൂടാതെ തിരുവനന്തപുരത്ത് ദേശീയ മഹിളാ നേതാക്കളും ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങി. അതേസമയം തനിക്ക് നേരെയുണ്ടാകുന്നത് SFI PFI സംയുക്ത പ്രതിഷേധമെന്ന് ഗവർണർ ആവർത്തിച്ചു. പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും SFI-കാരെ മുഖ്യമന്ത്രി ബലിയാടാക്കുകയാണെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. SFI and PFI joint venture, I am again repeating, this is not only SFI. They have recruited the PFI volunteers, and if they want to do any violence, I am available. I have no problem. I am already 72. I am living on borrowed times. That on one hand, what kind of theater is going on? On one hand, Chief Minister and the CPM, they are organizing these protests. On the other hand, they are telling the police, and the policemen are standing under the sun for hours continuously. Instructions are not to allow them to come near me. So he wants to save his own job because he knows if they touch me, what will be the consequences. വയനാട് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചുവരും വഴി മട്ടന്നൂർ ടൗണിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ക്ഷുഭിതനായ ഗവർണർ പ്രവർത്തകരെ ഗുണ്ടകളെന്ന് വിളിച്ച് പുറത്തിറങ്ങി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തനിക്കെതിരെ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുകയാണെങ്കിൽ ഇനിയും താൻ കാറിൽ നിന്നും പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് ഗവർണറുടെ നിലപാട്. ജനം, തിരുവനന്തപുരം.